അങ്ങനെ ഒരിക്കൽ കൂടി ഇന്ത്യൻ ടീമിൽ നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ അവഗണിക്കപ്പെട്ടിരിക്കുകയാണ്. ഗംഭീർ കോച്ചായി അവരോധനായപ്പോൾ ഒരുപക്ഷെ ഏറ്റവും സന്തോഷിച്ചത് സഞ്ജു തന്നെയായിരിക്കണം. കാരണം കഴിഞ്ഞ കാലങ്ങളിലായി സഞ്ജുവിനെ ഹൈലൈറ്റ് ചെയ്ത് നിരവധി ട്വീറ്റുകൾ ചെയ്തിട്ടുള്ള, അഭിപ്രായം തുറന്നു പറഞ്ഞിട്ടുള്ള ആളാണ് ഗൗതം ഗംഭീർ. ഗവാസ്കറിനെ പോലെയുള്ളവർ സ്ഥിരം വിമർശനങ്ങളുമായി വരുമ്പോൾ സഞ്ജുവിന് ശരിക്കും താങ്ങായിരുന്നു ഗംഭീറിന്റെ വാക്കുകൾ. പലപ്പോഴും ക്രിക്കറ്റിലെ ഏതെങ്കിലും ഒരു താരത്തെക്കുറിച്ച് ഞാൻ അങ്ങനെ ട്വീറ്റൊന്നും ചെയ്യാറില്ല, പക്ഷേ സഞ്ജു സാംസന്റെ ബാറ്റിംഗ് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ, ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ അയാളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം അയാൾ ലോകകപ്പിൽ 4ാമത്തെ പൊസിഷനിൽ ഇന്ത്യക്ക് വേണ്ടി പാഡ് അണിയണം. ഏതാണ്ട് ഒരു 5 വർഷം മുമ്പ് മലയാളി താരമായ സഞ്ജു IPL കുറിച്ച് ആദ്യ സെഞ്ചുറി കണ്ടതിന് ശേഷം ഗൗതം ഗംഭീർ 2019 ഏകദിന ലോകകപ്പ് വരാനിരിക്കുന്നതിന് തൊട്ടു മുമ്പ് ട്വിറ്ററിൽ കുറിച്ച വരികളായിരുന്നു ഇത്. ഇതിനുശേഷവും ഇത്തരം സപ്പോർട്ടുകൾ ഏറെ നൽകിയിട്ടുണ്ട് ഗൗതം ഗംഭീർ സഞ്ജുവിന്. പക്ഷേ കോച്ചായി അവരോധിതനായപ്പോൾ തന്റെ മുൻ അഭിപ്രായങ്ങളെല്ലാം വിഴുങ്ങി എങ്ങനെയാണ് പല കാലങ്ങളിലായി സഞ്ജുവിനെ BCCI അവഗണിക്കുന്നത്, അതേ കാഴ്ച തന്നെയായിരുന്നു ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ കണ്ടത്. ഗൗതം ഗംഭീറും സഞ്ജുവിനെ അവഗണിച്ചിരിക്കുകയാണ്. സഞ്ജു സാംസൺ T20 ടീമിൽ മാത്രം ഇടം നേടിയപ്പോൾ കൃത്യമായും തന്റെ പ്രതിഭ തെളിയിച്ച ഏകദിനത്തിൽ വീണ്ടും അവഗണിക്കപ്പെട്ട കാഴ്ച നമുക്കറിയാം. ഇങ്ങനെ എല്ലായ്പ്പോഴും അവഗണിക്കപ്പെട്ട ചരിത്രം മാത്രമാണ് സഞ്ജുവിനുള്ളത്. മുമ്പ് 2022 T20 ലോകകപ്പിന്റെ സമയത്ത് സാംസൺ വാസ് ടോൾഡ് ദാറ്റ് ദേ ആർ ലുക്കിംഗ് അറ്റ് ഹിം ഫോർ ODI വേൾഡ് കപ്പ്. തൊട്ടടുത്ത വർഷം ODI വേൾഡ് കപ്പിന്റെ സമയത്ത് സാംസൺ വാസ് ടോൾഡ് ദാറ്റ് ദേ ആർ ലുക്കിംഗ് അറ്റ് ഹിം ഫോർ T20 വേൾഡ് കപ്പ്. വേൾഡ് കപ്പ് 2024 T20 ഫോർമാറ്റ് ദേ ടുക്ക് ഹിം ബട്ട് ഓൺലി ടു സെർവ് വാട്ടർ. ചാമ്പ്യൻസ് ട്രോഫി 2025 നടക്കാൻ പോവുകയാണ്. സഞ്ജു സാംസൺ ഹാസ് ബീൻ ടോൾഡ് ദാറ്റ് ദേ ആർ ലുക്കിംഗ് ഫോർ T20 വേൾഡ് കപ്പ് 2026. അങ്ങനെ ഏകദിന ലോകകപ്പ് വരുമ്പോൾ 2020 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുക, 2020 ലോകകപ്പ് വരുമ്പോൾ ഏകദിന ടീമിൽ മാത്രം തിരഞ്ഞെടുക്കപ്പെടുക. കോച്ചസ് ചേഞ്ചസ്, ടീം ചേഞ്ചസ്, ബട്ട് വൺ തിങ് നെവർ ചേഞ്ച്ഡ്: ഇൻജസ്റ്റിസ് വിത്ത് സഞ്ജു സാംസൺ. ശരിയാണ്, സഞ്ജുവിന് T20 ടീമിൽ അവസരം ലഭിച്ചല്ലോ എന്ന് പറയുന്നവരുണ്ടാകാം. പക്ഷെ അതല്ലല്ലോ കാര്യം. സിംബാബ്വെ പര്യടനത്തിൽ ആദ്യ 2 T20കളിൽ ടീമിലില്ലാതിരുന്ന സഞ്ജുവിന് അവസാന 3 T20 മത്സരങ്ങളിൽ 2 മാത്രമാണ് ബാറ്റിങ്ങിന് അവസരം ലഭിച്ചത്. ഒരു മത്സരത്തിൽ 7 പന്തിൽ 12 റൺസുമായി പുറത്താകാതെ നിന്ന സഞ്ജുവിന് പരമ്പരയിലെ 4ാം മത്സരത്തിൽ ബാറ്റിങ്ങിന് അവസരം ലഭിച്ചിരുന്നില്ല. അവസാന മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയുമായി ടീമിന്റെ ടോപ്പ് സ്കോററായി മാറിയിരുന്നു സഞ്ജു സാംസൺ. സഞ്ജു നിലനിർത്തപ്പെടാനുള്ള കാരണവും അതായിരുന്നു. എന്നാൽ സിംബാബ്വെക്കെതിരെ തന്റെ 2ാം മത്സരത്തിൽ വെടിക്കെട്ട് സെഞ്ചുറിയുമായി വരവറിയിച്ച അഭിഷേക് ശർമ്മയ്ക്കോ, അതുപോലെ മധ്യനിരയിൽ 4 കളികളിൽ 133 റൺസ് അടിച്ച് മികച്ച പ്രകടനം പുറത്തെടുത്ത ഋതുരാജ് ഗെയ്ക്വാദിനോ ഈ T20 ടീമിൽ ഇടം കിട്ടിയില്ല എന്നതാണ് മറ്റൊരു ശ്രദ്ധേയമായ കാര്യം. സിംബാബ്വെക്കെതിരെ മികവ് കാട്ടാതിരുന്നിട്ടും റയാൻ പരാഗിന് ഏകദിന 2020 ടീമുകളിൽ അവസരം കിട്ടിയെന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമായി. T20 ടീമിൽ സഞ്ജുവിനെ 2ാം വിക്കറ്റ് കീപ്പറായിട്ടാണ് ഉൾപ്പെടുത്തിയത്. ഋഷഭ് പന്തായിരിക്കും T20 ടീമിലെ 1ാം വിക്കറ്റ് കീപ്പർ. അതുകൊണ്ട് തന്നെ T20 ടീമിൽ എത്തിയെങ്കിലും സഞ്ജുവിന് പ്ലേയിങ് 11ൽ എത്താനാവുമോ എന്ന കാര്യം സംശയമാണ്. സിംബാബ്വെയിൽ മികച്ച പ്രകടനത്തോടെ ശുഭ്മാൻ ഗിൽ T20 ടീമിലെ സ്ഥാനം തിരിച്ചു പിടിച്ചതിനൊപ്പം ഹാർദിക്കിൽ നിന്നും വൈസ് ക്യാപ്റ്റൻ സ്ഥാനവും സ്വന്തമാക്കി എന്നതും ഈ സെലക്ഷനിലെ ശ്രദ്ധേയമായ കാര്യമാണ്. ഹാർദിക്കിനെ സംബന്ധിച്ചിടത്തോളം നിരാശയുടെയും നഷ്ടങ്ങളുടെയും ദിനമായിരുന്നു കഴിഞ്ഞ ദിനം എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യൻ T20 ടീമിന്റെ ക്യാപ്റ്റൻസി ലഭിക്കാതെ പോയതിന് തൊട്ടു പിന്നാലെ ഓൾറൗണ്ടറായ ഹാർദിക് പാണ്ഡ്യയ്ക്ക് മറ്റൊരു വലിയ നഷ്ടം കൂടി ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിനം. ഭാര്യ നതാഷ സ്റ്റാൻകോവിച്ചുമായി താൻ നിയമപരമായി വേർപിരിഞ്ഞതായി സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ അദ്ദേഹം അറിയിച്ചതും കഴിഞ്ഞ ദിനമാണ്. ലങ്കയ്ക്കെതിരെ നടക്കാനിരിക്കുന്ന 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്യാപ്റ്റനായി സൂര്യകുമാർ യാദവിനെ പ്രഖ്യാപിച്ച് മിനിറ്റുകൾക്കകമാണ് ഹാർദിക് തന്റെ വിവാഹ മോചനത്തെക്കുറിച്ചും ലോകത്തെ അറിയിച്ചത്. അപ്പോൾ ഹാർദിക്കിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടങ്ങളുടെയും നിരാശയുടെയും ഒരു ദിനം. ഏകദിനത്തിനും T20ക്കും വ്യത്യസ്ത ടീമുകളെന്ന ഗംഭീറിന്റെ ആശയം പൂർണ്ണമായും പ്രതിഫലിച്ചിട്ടില്ല എങ്കിലും ഏറെക്കുറെ ആ രീതിയിൽ തന്നെയാണ് ടീമിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. യശസ്വി ജയ്സ്വാൾ സഞ്ജുവിനെ പോലെ T20 ടീമിൽ മാത്രമാണ് ഇടം നേടിയത്. KL രാഹുലിനെയാകട്ടെ ഏകദിന ടീമിൽ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഗംഭീർ മെന്ററായിരുന്ന ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകനായിരുന്നു രാഹുൽ. നമുക്കറിയാം T20 ക്രിക്കറ്റിലെ മെല്ലെപ്പോക്കിന്റെ പേരിൽ രാഹുലിന് ഒട്ടേറെ വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരികയും ചെയ്തിരുന്നു കഴിഞ്ഞ സീസണുകളിൽ. അതുപോലെ കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിന് പിന്നാലെ BCCI കരാർ നഷ്ടമായെങ്കിലും ഗംഭീർ കോച്ചായതോടെ ശ്രേയസ് അയ്യർ വീണ്ടും ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മുഖ്യധാരയിലേക്ക് തിരിച്ചെത്തുന്നു എന്നതും ഈ സെലക്ഷന്റെ പ്രത്യേകതയാണ്. IPL ഗംഭീറിന് കീഴിൽ ശ്രേയസ് കൊൽക്കത്തയെ ചാമ്പ്യന്മാരാക്കിയിരുന്നു. T20 ക്രിക്കറ്റിൽ നിന്നും വിരമിച്ച രവീന്ദ്ര ജഡേജയെ ഏകദിന ടീമിലേക്കും പരിഗണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമായ സെലക്ഷനാണ്. അക്സർ പട്ടേലിനെയാണ് സ്പിൻ ഓൾറൗണ്ടറായി ഈ ടീമിൽ പരിഗണിച്ചിട്ടുള്ളത്. സിംബാബ്വെക്കെതിരായ പരമ്പരയിലെ താരമായ വാഷിംഗ്ടൺ സുന്ദറിനെ ഏകദിന T20 ടീമുകളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സഞ്ജുവിന്റെ നേർക്കുള്ള
ഈ അവഗണന സോഷ്യൽ മീഡിയയിൽ ഇതിനൊക്കെ തന്നെ ചർച്ചയായിട്ടുണ്ട്. കോച്ചാവുന്നതിന് മുമ്പ് സഞ്ജുവിന്റെ പ്രതിഭയെ വാനോളം പുകഴ്ത്തിയിട്ടുള്ള ആളാണ് ഗംഭീർ എന്ന് നമുക്കറിയാം. സഞ്ജുവിന് ഇന്ത്യൻ ടീമിൽ ഇടമില്ലെങ്കിൽ അത് സഞ്ജുവിന്റെയല്ല, പകരം ഇന്ത്യയുടെ നഷ്ടമാണെന്നും എല്ലാം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു, ചൂണ്ടിക്കാട്ടിയിരുന്നു. കഴിഞ്ഞ വർഷത്തെ ഏകദിന ലോകകപ്പിൽ ഉൾപ്പെടെ മലയാളി താരമായ സഞ്ജു സാംസൺ ഒഴിവാക്കപ്പെട്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്തിട്ടുള്ളവരിൽ പ്രമുഖനാണ് ഗൗതം ഗംഭീർ. അതിനാൽ തന്നെ അദ്ദേഹം ഇന്ത്യൻ ടീമിന്റെ കോച്ചായി ദിവസങ്ങൾക്ക് മുമ്പ് ചാർജ് ഏറ്റെടുത്തപ്പോൾ സഞ്ജുവിന്റെ സമയം തെളിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു എന്നത് തന്നെയാണ് സത്യം. പക്ഷേ മുൻഗാമികളിൽ നിന്നും ഒട്ടും വ്യത്യസ്തനല്ല താനുമെന്ന് ഗംഭീർ ഈ ടീം സെലക്ഷനിലൂടെ തെളിയിച്ചിരിക്കുകയാണ് എന്നാണ് ആരാധകർ പറയുന്നത്. കാരണം സഞ്ജു ഏറ്റവും തിളങ്ങാറുള്ളത് ഏകദിനത്തിലാണെന്ന് നമുക്കൊക്കെയും അറിയാവുന്ന കാര്യമാണ്. ഇന്ത്യൻ ജേഴ്സിയിൽ അവസാനമായി കളിച്ച ഏകദിനത്തിൽ സെഞ്ചുറി നേടി പ്ലെയർ ഓഫ് ദി മാച്ച് ആയിട്ടുള്ള താരം കൂടിയാണ് സഞ്ജു. കഴിഞ്ഞ വർഷം ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ അവസാന ഏകദിനത്തിലാണ് കെ എൽ രാഹുൽ നയിച്ച ടീമിനായി സഞ്ജു സാംസൺ സെഞ്ചുറിയുടെ കസറിയത്. നിർണായകമായ ഈ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുകയും ഏകദിന പരമ്പര സ്വന്തമാക്കുകയും ചെയ്തിരുന്നു അന്ന്. അതിനുശേഷം ഇന്ത്യ കളിക്കുന്ന ആദ്യത്തെ ഏകദിന പരമ്പര കൂടിയാണ് ശ്രീലങ്കയ്ക്കെതിരെയുള്ളത്. പക്ഷേ അന്ന് അവസാന മത്സരത്തിൽ സെഞ്ചുറി കുറിച്ചിട്ടും അത് ടീമിലെ സ്ഥാനം നിലനിർത്താൻ സഞ്ജുവിനെ സഹായിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും നിരാശാജനകമായ കാര്യം. ഈ സെലക്ഷനിലെ ഗൗതം ഗംഭീറിനേക്കാൾ എത്രയോ ഭേദമാണ് ഇന്ത്യയുടെ മുൻ കോച്ചുമാർ. അവരൊന്നും പരിശീലക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഈ തരത്തിൽ സഞ്ജുവിന്റെ കഴിവിനെ പുകഴ്ത്തുകയോ ഒഴിവാക്കപ്പെട്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല. പക്ഷേ ഗംഭീർ അങ്ങനെയല്ല. കോച്ചിന്റെ വലിയ റോൾ കിട്ടുന്നതിന് മുമ്പ് വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാൻ സഞ്ജുവിനായി വാദിക്കുകയും ഇപ്പോൾ കോച്ചിന്റെ റോൾ കിട്ടിയപ്പോൾ എല്ലാം മനഃപൂർവ്വം മറക്കുകയും ചെയ്യുന്നു എന്നാണ് ആരാധകർ ഗംഭീറിനെ വിമർശിച്ചുകൊണ്ട് ഈ ഒരു ഒമിഷന് ശേഷം, സഞ്ജുവിനെ ഒഴിവാക്കിയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ഇടാനുള്ള ഭാഗ്യം സഞ്ജുവിന് ഉണ്ടായെങ്കിലും അതിട്ട് കളിക്കളത്തിൽ ഇറങ്ങാനും ടീമിൽ സ്ഥിരസ്ഥാനം ഉറപ്പിക്കാനുമുള്ള ഭാഗ്യം എത്രയോ അകലെയാണ്. അതും ഇതുപോലുള്ള സെലക്ടർമാരും ലോബിയിങ്ങും ഉള്ളപ്പോൾ. If you ever think life is unfair, then remember that Sanju Samson was not selected in ODI squad after that last match-winning century innings in South Africa.